രാജേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ 7 ദിവസം 24 മണിക്കൂറും പണിയെടുത്താൽ തീരുന്നില്ലെന്ന്. അപ്പൊ പിന്നെ ഇവരൊക്കെ എപ്പോഴാണ് ഉറങ്ങുന്നത്? ഇവർക്കൊന്ന് ചായ കുടിക്കാൻ പോലും സമയമില്ലല്ലോ. അത്ര കഷ്ടപ്പാടാ. ദിവസം 7,500 രൂപ പ്രതിദിന ശമ്പളം, മാസം 2.25 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു. പക്ഷെ ഇവർക്ക് ഉറങ്ങാൻ പോലും സമയമില്ലെങ്കിൽ എന്റെ പൊന്നു സാറേ, നിങ്ങൾ ആ ജോലി രാജിവെച്ചിട്ട് നിങ്ങൾ ഈ ആശാ വർക്കർമാരുടെ ജോലി എടുക്കണം. ദിവസം 233 രൂപ കിട്ടും. ഒരുപാട് സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കിട്ടും. കാരണം അവർ ഭയങ്കര ഉല്ലസിച്ചാണ് ജീവിക്കുന്ന കേരളത്തിലെ ആശാ വർക്കർമാർ. അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി വെക്കുന്ന സ്കൂളിലെ ഉച്ചക്കഞ്ഞി വെക്കുന്ന പണിക്ക് പോകണം. അവിടെയും ഭയങ്കര ഉല്ലാസമാണ് ആ പാവപ്പെട്ട ആളുകൾക്ക്. അവിടെ അവർ ഭയങ്കര സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് ഉച്ചക്കഞ്ഞി വെക്കാനും പറ്റുന്നുണ്ട്, ഉച്ചക്കഞ്ഞി വെച്ചതിന്റെ ശമ്പളം കിട്ടുന്നുണ്ട്. സുഭിക്ഷമായിട്ട് AC കാറിലാണ് ഉച്ചക്കഞ്ഞി വെക്കുന്ന പാചക തൊഴിലാളികൾ പോകുന്നത്. നിങ്ങൾ ഈ 2.5 ലക്ഷം രൂപ, നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞത് 1.25 ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്, അത് 2.5 ആയിട്ട് ഉയർത്തുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾക്കും കിട്ടണമെന്ന്. തീർച്ചയായിട്ടും കിട്ടണം. കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ അഴിമതി നടക്കുന്നില്ലെന്ന്. ശിവരഞ്ജിത്തും നസീമും ഒക്കെ യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്ത് നടത്തിയപ്പോൾ കേരളം ഞെട്ടിയത് എങ്ങനെയാണെന്നറിയോ? PSCയുടെ കോപ്പി അടിച്ചതിന്റെ പേരില 1ാം റാങ്കും 8ാം റാങ്കും ഒക്കെ വാങ്ങുന്നത്. ഞങ്ങള് നാട്ടുകാരും SFIക്കാർ തമ്മിൽ കത്തിക്കുത്ത് നടത്തിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ നാളെ ഇവന്മാരെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കേണ്ട ഗതികേട് വന്നേനില്ലേ? ഞങ്ങളൊക്കെ ഓച്ചാനിച്ച്